എന്തിനാ ഇത്രയും ചെറിയ കാര്യത്തിന് ഇങ്ങനെ സങ്കടപ്പെടുന്നേ, അല്ലെങ്കിൽ നീ എന്തിനാ ഇത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഇത്രയും ഇമോഷണൽ ആകുന്നേ എന്നൊക്കെ ലൈഫിൽ ഒരു തവണയെങ്കിലും കേട്ടിട്ടുള്ള ആൾക്കാരില്ലേ? അവർ മാത്രം ബാക്കി ഞാൻ ഈ പറയുന്നത് കേട്ടാൽ മതി. കാരണം അവർക്ക് മാത്രമേ ഞാൻ ഈ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റൂ. ഇനി ഇങ്ങനെ ആരോടെങ്കിലുമൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, അവർ ഈ പരിസരത്തേ നിൽക്കണ്ട. ബിക്കോസ് അവരോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവർക്കൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ബൈ ദ ബൈ, നമ്മൾ വിഷയത്തിൽ തന്നെ മാറി. അതായത് രമണ, നമ്മുടെ ഈ ഫീലിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ സങ്കടമായാലും സന്തോഷമായാലും എല്ലാം, ആ ഇമോഷൻസ് എല്ലാം നമ്മുടേത് മാത്രമാണ്. അത് മനസ്സിലാക്കാനും അത് ഫീൽ ചെയ്യാനും കഴിയുന്നത് നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ നമ്മുടെ ഫീലിങ്സും ഇമോഷൻസും ഒന്നും സപ്രസ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമില്ല. ഇറ്റ്സ് നോർമൽ, ഹെൽത്തി ആൻഡ് ഈവൻ നെസസറി ടു ഫീൽ ഇമോഷൻസ് ആസ് ദേ കം. അതുകൊണ്ട് ഒരാളെയും നോക്കണ്ട. കരയാൻ തോന്നിയാൽ അങ്ങോട്ട് കരയുക, ചിരിക്കാൻ തോന്നിയാൽ ഉള്ളുറന്ന് ചിരിക്കുക. നമുക്ക് എക്സ്പ്രസ് ചെയ്യാനല്ലെങ്കിൽ പിന്നെ ഈ ഫീലിങ്സ് ഒക്കെ എന്തിനാണെന്നേ. പിന്നെ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ആരേലുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ എങ്കിലും നമുക്ക് തോന്നും, ഞാൻ മാത്രം എന്താ ഇങ്ങനെ, ഞാൻ ഇമോഷണലി സ്റ്റേബിൾ അല്ലേ, ഞാൻ മെൻ്റലി ഭയങ്കര വീക്കാണോ എന്നൊക്കെ. അങ്ങനെ കുറേ ഡൗട്ട് വരും. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇറ്റ്സ് നോർമൽ. പിന്നെ ഈ ഇമോഷൻസൊക്കെ എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ്. ഓരോരുത്തർക്കും ഉണ്ടാക്കുന്ന ഡെപ്തും ഓരോരുത്തരും എക്സ്പ്രസ് ചെയ്യുന്ന രീതിയൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കുന്നു മാത്രം. ദെൻ ദിസ് ടൈം ബീങ് കൈൻഡ് ടു യുവർ സെൽഫ് ഇൻസ്റ്റെഡ് ഓഫ് ക്രിട്ടിസൈസിങ് യുവർ സെൽഫ്. പിന്നെ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫിംഗർ ജേർണലിംഗ് ആണ്. ഫിംഗർ യൂസ് ചെയ്തിട്ട് കുറച്ച് ടുലിപ്സ് ഒക്കെ വരച്ച് സൂപ്പറാക്കിയിട്ടുണ്ട്. പിന്നെ ഫീലിങ്സ് ആണ് ഇന്നത്തെ നമ്മുടെ താരം എന്നതുകൊണ്ട് തന്നെ ഫിംഗർ യൂസ് ചെയ്ത് തന്നെ കുറച്ച് ഇമോഷൻസ് ഒക്കെ വരച്ചിട്ടുണ്ട്. സോ ഓൾവേസ് റിമെമ്പർ, ഇറ്റ്സ് ഓക്കെ ടു ഫീൽ യുവർ ഫീലിങ്സ്.